ഹലോ ഗൈസ്, എപ്പോഴത്തെയും പോലെ ഒരുപാട് ഡ്രസ്സുകൾ കുത്തിക്കയറ്റി വെക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രാത്രിയാകുമ്പോൾ ഒരു താലം കൈമാറ്റം ഉണ്ടാവാറുണ്ട്. കാരണം എൻ്റെ ഡ്രസ്സുകൾ കുറേ കീത്തുൻ്റെ റൂമിലും കീത്തുൻ്റെ ഡ്രസ്സുകൾ കുറേ എൻ്റെ റൂമിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. മക്കളൊക്കെ നല്ല ഉറക്കമായിട്ടുണ്ട്. അവർ ഉറങ്ങുന്നത് ഒരു 10 മിനിറ്റ് നോക്കിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. യൂട്യൂബ് ഇവൻ്റെ സമ്മാനങ്ങൾ എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് അൺബോക്സ് ചെയ്ത് കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് തുറന്ന് നോക്കാൻ കൂടെയുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് സത്യത്തിൽ അത് തുറന്ന് നോക്കുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് എങ്ങനെയാണെന്നൊക്കെ. നേരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഒരുപാട് നല്ല വില കൂടിയ സാധനങ്ങളുണ്ടായിരുന്നു. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സും എനിക്കറിയാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഉപകാരമുള്ളതായിട്ട് തോന്നിയത് ഹെഡ്സെറ്റാണ്. അതേപോലെ തന്നെ ഒരു ഫോട്ടോ എടുക്കുന്ന ചെറിയൊരു ക്യാമറ ഉണ്ടല്ലോ, അതും ഞാൻ എന്താ പറയുക ഓപ്പൺ ചെയ്ത് ഒന്ന് വർക്ക് ചെയ്ത് നോക്കിച്ചിട്ടില്ല. പക്ഷേ ഞാൻ കല്യാണിയുടെയും ഉണ്ണിയുടെയും അസ്വി ചേച്ചിയുടെ ഒക്കെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായി അത് ഇതാണ് സാധനം കേട്ടോ. കുറേ സാധനമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടായിട്ട് കരുതുന്നു. നമുക്ക് ഡൽഹി വരെ പോകാൻ പറ്റി, ഗൂഗിൾ ഓഫീസിലൊന്ന് കയറാൻ പറ്റി. നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ട് കേട്ടോ. അപ്പം അതിന് കിട്ടിയൊരു ലിപ് ബാമാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് എന്തായാലും ഞാൻ ഏട്ടന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആളൊരുപാട് ഇൻ്റർവ്യൂസൊക്കെ ഈ രാത്രി കണ്ടിരിക്കും, ഒരുപാട് പഴയ പാട്ടൊക്കെ കേട്ടിരിക്കും. എന്നാൽ പിന്നെ സന്തോഷമായി ചേട്ടന്. പക്ഷേ ഇതെനിക്കൊരു ഊരാക്കുരുക്കായോ എന്നാണ് സംശയം. ഇത് കിട്ടിയപ്പോൾ തൊട്ട് അതുമ്മലിരിക്കുന്നതാണ് ഞാൻ പെട്ടു. പക്ഷെ അത് ഞാൻ വെച്ച് നോക്കിയപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര രസമുണ്ട് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടായില്ല, ഉണ്ണികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് വിരിക്കാണ്ട് ഏട്ടനെ കിടക്കാൻ ഇത്തിരി പ്രയാസമാണ്. കുട്ടികളവിടെ കിടന്നോട്ടെ, നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കുന്ന എൻ്റെ പെർഫെക്ഷൻ അതിൻ്റെ ഇലക്കത്ത് എനിക്ക് എത്താൻ പറ്റില്ല കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് ആയിരുന്നു. ഇതിൻ്റെ എല്ലാ കളറും ഉണ്ട് കേട്ടോ, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കളേഴ്സ്. അങ്ങനെ പിള്ളേരൊന്നും മാറ്റാണ്ട് തന്നെ ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കുറച്ച് നേരം അവരുടെ അടുത്ത് കിടന്നു. പുതപ്പില്ലാണ്ട് ഇപ്പോൾ കിടക്കാൻ പറ്റില്ലല്ലോ. ഈ 2 പുതപ്പും ഞാൻ അതുപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാൽ കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇതിൽ ലിങ്ക് തരുമെന്ന്. അതെന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ രാത്രി ഇങ്ങനെ ഉറക്കൊക്കെ പാട്ട് പാടുന്ന, ഉറക്ക റീൽസ് വയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പിള്ളേരെപ്പോഴും എനിക്ക് കാരണം ഞാൻ കുറേ നാൾ മുമ്പ് മേടിച്ചൊരു കുഞ്ഞി കിടക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര വില കുറവാട്ടോ. അതിപ്പോൾ താഴെ വിരിച്ചിട്ട് അതിൽ ബെഡ്ഷീറ്റും വിരിച്ചിട്ട് ഞങ്ങളങ്ങോട്ട് ഇരിക്കും. എന്നിട്ട് ഉറക്ക പാട്ട് പാടും, ഉറക്ക റീൽസ് വയ്ക്കും. ഇങ്ങനെ ഒരുപാട് നേരം പാട്ട് പാടിയും കളിച്ചും ചിരിച്ചും തല്ലൂടിട്ടൊക്കെയാണ് ഒരു ദിവസം ഞങ്ങൾ വൈകിട്ട്. തമ്മിൽ എന്തെങ്കിലും കുശുകുശുക്കളോ പരാതികളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് ആ കേസ് ക്ലോസ് ആക്കിയിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ തുടങ്ങും.